ഡോക്ടറെ, ഈ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ഇത് എല്ലാവരിലും കാണപ്പെടുന്ന ഒരു രോഗമാണല്ലോ. ഇപ്പോൾ അത് നമുക്ക് പൈൽസ് ആണ് എന്ന് നമുക്ക് ഏതൊക്കെ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? മൂലക്കുരുവിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാലും ചില ഭക്ഷണ രീതി കാരണം ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആ ഭാഗത്ത് ചൊറിച്ചിൽ, ഇറിറ്റേഷൻ നോർമലി ഇല്ലാത്തൊരു സിംറ്റം ഉണ്ടാവുക. ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആയിട്ടൊക്കെയാണ് ഈ ബ്ലീഡിങ് അതുപോലത്തെ വലിയ ബുദ്ധിമുട്ടുകളിലോട്ടൊക്കെ വരിക. പെയിനൊക്കെ വളരെ റയറായിട്ടേ പൈൽസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവുള്ളൂ. അതിന് ഇനീഷ്യലി നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെതായ ഒരു ഡോക്ടർ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചതിന് ശേഷം അസുഖം എന്താണെന്നുള്ളത് കൺഫേം ചെയ്യുന്നതാണ് നല്ലത്. ഈ മലത്തിൽ ഫ്രഷ് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പൈൽസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ സർജറി ചെയ്യാനുള്ള സമയമായി, അതൊരു ഡേഞ്ചർ സൈൻ ആണോ? പൊതുവെ അങ്ങനെ പറയാം. നമ്മൾ ഈ ബ്ലീഡിങ് വരല് ഫൈനൽ സ്റ്റേജിലാണ് കൂടുതലും വരിക. അപ്പോൾ അത് ഒരു ഡേഞ്ചർ സൈൻ ആയിട്ട് തന്നെ കൂട്ടാം. കാരണം നമ്മളെ ദേഹത്തു നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒറ്റ എപ്പിസോഡാണെന്നുണ്ടെങ്കിൽ അധികം കാര്യമാക്കണ്ടില്ല. പക്ഷേ റെഗുലർലി ഇങ്ങനെ ഇപ്പോൾ ഒരു 2 days പോയി, പിന്നെ ഒരു ദിവസം ഇല്ല, പിന്നെ 2 ദിവസം പിന്നെയും പോയി, അങ്ങനെ ബ്ലഡ് ഇങ്ങനെ നമ്മളെ ദേഹത്ത് നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കില്ലേ. അപ്പോൾ ബ്ലഡ് പോകുന്നത് എപ്പോഴും ഒരു ഡേഞ്ചർ സൈൻ ആയിട്ട് തന്നെ എടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.